അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം സബ്ജക്ട് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇന്ന് നമ്മൾക്ക് നോക്കാനുള്ളത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇരുന്ന് കഴിയുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതിന്റെ ഇക്വേഷൻസ്, അതായത് ഒരു മോട്ടറിന്റെ വർക്കിങ്ങിനകത്ത്, അതായത് മോട്ടറിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണിത്. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ആ ഫോഴ്സിന്റെ ഇക്വേഷൻ, അതൊക്കെ നമുക്കൊരു മോട്ടറിന്റെ വർക്കിങ്ങിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ നോക്കണം. പിന്നെ നമ്മൾ നോക്കുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലോട്ട് പോവാണ്. ഈ ടോപ്പിക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലോട്ട് പോവാണ്. അതിൽ നമുക്ക് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് EMF ഉണ്ട്, എങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ കുറെ ഇക്വേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്ന കുറെ ടോപ്പിക്സ്. അപ്പൊ സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു കുറച്ച് പോർഷൻ കട്ടായി പോയി അല്ലെ. ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതെന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മോട്ടറിന്റെ വർക്കിങ്ങിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റൈറ്റ് ഹാൻഡ് റൂൾ കാണാൻ പറ്റും. റൈറ്റ് ഹാൻഡ് റൂൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ആംബിയേഴ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ യൂഷ്വലി പറയുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ഓക്കെ, അതായത് ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കണ്ടക്ടറിൽ കൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു കണ്ടക്ടറിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഏത് റൂൾ യൂസ് ചെയ്യുന്നത്? ആംബിയേഴ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അല്ലെങ്കിൽ സിംപ്ലി വി ക്യാൻ സേ റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കണം. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാലാണ്, അല്ലാണ്ട് ഈ നമുക്ക് അത് കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കുറെ വേറൊരു ലോ പറയുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്നുള്ള കീവേഡ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ, അതിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് റൂൾ പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ തംസപ്പിന്റെ സിമ്പിൾ ഇല്ല, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല, എന്റെ കൈ പിടിച്ചിരിക്കുന്ന തംസപ്പിന്റെ, നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ പിടിക്കുക. ഈ ഓക്കെ നമ്മൾ അടിക്കില്ല, അതുപോലെ ഒന്ന് ജസ്റ്റ് പിടിക്കാം. അപ്പോ ഈ തമ്പ് കാണിക്കുന്നതാണ്, അതായത് തമ്പ് പോയിന്റ് ചെയ്യണതാണ് കറന്റിന്റെ ഡയറക്ഷൻ. ഇത് ചിലപ്പോൾ മിറർ ഇമേജ് ആയിരിക്കും കാണുന്നത്. ഞാൻ വലത് കൈയാണ് കേട്ടോ പൊക്കി പിടിച്ചിരിക്കുന്നത്. അപ്പോ വലത്തെ കൈ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ തമ്പ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കറന്റ് ഫ്ലോ ചെയ്യണതിന്റെ ഡയറക്ഷൻ ആണ്. ബാക്കിയുള്ള നാല് ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ആ 4 ഫിംഗേഴ്സിന്റെ ടിപ്പ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ കണ്ടക്ടറിന്റെ, കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഈ പറഞ്ഞ വിരലുകളുടെ തുമ്പ് ടിപ്പ് പോയിന്റ് ഔട്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മളൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ ഇതായിരിക്കും, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ബാക്കിയുള്ള 4 വിരലുകളും പോയിന്റ് ഔട്ട് ചെയ്യണത്. ഓക്കെ, അതാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? റൈറ്റ് ഹാൻഡ് റൂളിൽ പഠിക്കുന്നത്. അപ്പം ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ, ഒരു മോട്ടറിൽ നമ്മൾ എന്താ ചെയ്യണത്? മോട്ടറിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കും. ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഒരു മോട്ടർ. അപ്പൊ ഈ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? കണ്ടക്ടറിലോട്ട് കറണ്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ കണ്ടക്ടർ എന്താവുന്നത്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആവുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ പറഞ്ഞ കറണ്ട് ഉള്ള കണ്ടക്ടർ, കറണ്ട് ഉണ്ട് എന്ന് കാണിക്കാനാണ് ഈ ഡോട്ട് നൊട്ടേഷനും ക്രോസ് നൊട്ടേഷനും നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്രോസ് നൊട്ടേഷൻ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ ഫീൽഡിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്താൽ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡായി. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ആരിയ്ക്കുകയാണ്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുകയാണ്. അപ്പൊ ഇത് എന്തിന്റെ വർക്കിംഗ് ആയി? അത് മോട്ടറിന്റെ കൺസെപ്റ്റ് ആയി. ഇനി മോട്ടറിന്റെ കൺസെപ്റ്റില് നമുക്ക് അതിന്റെ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്തത്, അതിന്റെ മോഷൻ എങ്ങോട്ടാണ്, അതറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ലോ ആണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അതാണ് ഇതിപ്പോ ഞാൻ എന്റെ ഇടത് കൈയാണ് പിടിച്ചിരിക്കണേ. ഈ 3 ഫിംഗേഴ്സും, അതായത് എന്റെ 4 ഫിംഗർ, അതുപോലെ മിഡിൽ ഫിംഗർ, അതുപോലെ തന്നെ കാണാൻ പറ്റില്ലേ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്, ഇത് 3 മ്യൂച്വലി 90 ഡിഗ്രി, അതായത് റൈറ്റ് ആംഗിൾ ആയിട്ട് ഞാൻ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിച്ചിരിക്കുക ഇടത് കൈ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത്, അതെവിടെയാ നമ്മൾ യൂസ് ചെയ്യുന്നത്? മോട്ടറിലെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഏതൊക്കെ ഫിംഗേഴ്സ് എടുത്തത്? 4 ഫിംഗർ ചൂണ്ടുവിരല്, അതുപോലെ മിഡിൽ ഫിംഗർ,
അതായത് നടുവിരല്, പിന്നെ ഏത് ഫിംഗറാ യൂസ് ചെയ്ത തമ്പ്, ഇത് മൂന്ന് നമ്മളൊരു 90 ഡിഗ്രി സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ 4 ഫിംഗർ ചൂണ്ടുവിരല് കാണിക്കുന്നത് ആരുടെ ഡയറക്ഷൻ ആയിരിക്കും? 4 ഫിംഗർ കാണിക്കുന്നത് നമ്മുടെ ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, മിഡിൽ ഫിംഗർ തമ്പ് കാണിക്കുന്നത് ആരുടെ ഡയറക്ഷൻ ആയിരിക്കും? നമ്മുടെ മോഷന്റെ ഡയറക്ഷൻ ആയിരിക്കും, മോഷൻ. മിഡിൽ ഫിംഗർ കാണിക്കുന്നത് ആരുടെ ഡയറക്ഷൻ ആയിരിക്കും? കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കണമല്ലോ, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ മോട്ടറിന് ചുറ്റും ഇരിക്കുന്ന എല്ലാ കണ്ടക്ടറിലും ഒരേ ഡയറക്ഷനിലോട്ടായിരിക്കും ഫോഴ്സ് വരിക. അതിന്റെ ഫലമായിട്ട് ആ ഡയറക്ഷനിലോട്ട് ഈ കണ്ടക്ടർ ഈ കണ്ടക്ടറൊക്കെ ഇരിക്കുന്ന ആ ആർമേച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു മോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? അപ്പോ ഇതൊക്കെ വരുന്നത് ഈ ടോപ്പിക്കിന്റെ ഉള്ളിൽ വരുന്ന കുറച്ച് ടോപ്പിക്സുകളാണ്. അപ്പം ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണെന്നൊരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. യൂഷ്വലി നമ്മൾ 5 കാണിക്കുന്നതിന് പകരം അതിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം ഫ്ലക്സ് ബൈ ഏരിയ. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഫ്ലക്സ് ഉണ്ട് എന്നുള്ളതാണ് ഫ്ലക്സ് ഡെൻസിറ്റി കാണിക്കുന്നത്. അപ്പൊ ഒരു ഫ്ലക്സ് ഡെൻസിറ്റി ബി ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ളിടത്ത് ഒരു കണ്ടക്ടർ ഇരിക്കുകയാണ്. ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഇവിടെ I എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ കണ്ടക്ടറിന്റെ ലെങ്ത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ് L ലെങ്ത് ആണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് θ ഡിഗ്രി ടിൽറ്റ് ചെയ്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാണ് ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. ഇതൊരു കറന്റ് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടർ ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് കണ്ടക്ടർ എന്ന് വിളിക്കാം? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് വിളിക്കാം. ഇത് എവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? നമ്മൾ പഠിച്ച ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യും? അതായത് ഈ കൺസെപ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു മോട്ടറിന്റെ കേസിലാണ്. മോട്ടറിന്റെ കേസിൽ ഈ ഫോഴ്സിന്റെ അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കറണ്ടിന്റെ ഒക്കെ ഡയറക്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഏത് റൂൾ യൂസ് ചെയ്യാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിച്ചിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ച് ഈ കൈ ഒന്ന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫോഴ്സ് കിട്ടാനായിട്ട്, ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം മോഷൻ എന്ന് പറയാം കേട്ടോ. ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ കിട്ടാനായിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ തമ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ തമ്പിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ആ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും, എങ്ങോട്ടാണോ നിങ്ങളുടെ മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യണത് ആ ഡയറക്ഷനിലോട്ട് കണ്ടക്ടർ മൂവ് ചെയ്യും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിനകത്ത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയാനാണ് ഞാനൊരു ബാറ്ററി സപ്ലൈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്, നോർത്ത് ടു സൗത്ത്. അപ്പൊ എന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടി. കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടി. ഇതാണ് ഞാൻ ഇതിപ്പോ എന്റെ ഇടത് കൈ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. 3 ഫിംഗേഴ്സും സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പം ഈ നോർത്ത് ടു സൗത്ത് കാണിക്കുന്നത് 4 ഫിംഗർ കാണിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഫീൽഡ് അത് നമ്മുടെ കാണിച്ചത് 4 ഫിംഗർ ആണ്. ഓക്കെ, 4 ഫിംഗർ ആണ്. നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഉണ്ടല്ലോ, മിഡിൽ ഫിംഗർ ആണ്, അതായത് ഏറ്റവും ലെങ്ത് കൂടിയ ഫിംഗർ, മിഡിൽ ഫിംഗർ കാണിക്കുന്നത് നിങ്ങളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കി എന്റെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്, ഞാൻ അങ്ങോട്ട് എന്റെ ചൂണ്ടുവിരൽ പോയിന്റ് ഔട്ട് ചെയ്തു. കറണ്ട് വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ എന്റെ നേർക്ക് മിഡിൽ ഫിംഗർ വരാൻ പാകത്ത് ഞാൻ പിടിച്ചു. ഇപ്പൊ നിങ്ങളുടെ മോഷന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്, മോഷൻ എന്ന് പറയാം, ആ മോഷൻ ഉണ്ടാവുന്നത് എവിടെയാണ്? ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യണം ആ ഡയറക്ഷനിലാണ് മോഷൻ ഉണ്ടാവുന്നത്. മോഷൻ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇപ്പൊ എങ്ങടെ കാണിച്ചിരിക്കുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ തമ്പ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഈ കണ്ടക്ടർ ഒരു അപ്വേർഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഒരു മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് ഈ ഫോഴ്സിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതോ, അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കുറച്ച് ബേസിക് ആയിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു തന്ന കുറച്ച് ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ കിട്ടും? ബില്ലെന്നാ ഞാനൊക്കെ ഓർത്തിരിക്കാൻ പഠിക്കുന്നത് കേട്ടോ. ബിൽ സൈൻ തീറ്റ. ബിൽ എന്ന് വെച്ചാൽ ബി സ്റ്റാൻഡ്സ് ഫോർ ഫ്ലക്സ് ഡെൻസിറ്റി, ഐ സ്റ്റാൻഡ്സ് ഫോർ കറന്റ് ത്രൂ ദ കണ്ടക്ടർ, L stands for length of the conductor, theta stands for the angle making the conductor. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ കിട്ടുന്ന ഫോഴ്സ് ആണ് എന്ത്? F is equal to BIL sin theta. അപ്പൊ നമുക്കറിയാം സൈൻ തീറ്റയുടെ വാല്യൂ
തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ആംഗിൾ മേക്ക് ചെയ്യുന്നില്ല എങ്കിൽ സൈൻ 0യുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് പറയാം നമ്മൾ വെച്ചിരിക്കുന്ന ഈ വയർ ഉണ്ടല്ലോ, അതിപ്പോ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുക. ഈ മാഗ്നറ്റിക് ഫീൽഡില് ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ ഇത് ആംഗിൾ മേക്ക് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ സൈൻ 0 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമ്മൾ പറയാണ് നമ്മുടെ ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡില് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യണ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. സൈൻ 90 എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് മാക്സിമം ആയിരിക്കും, ദാറ്റ് ഈസ് BIL ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഈ ഇക്വേഷൻ, കാരണം നമുക്ക് ചിലപ്പം ഇതുപോലെ തന്നെ ഒരു കറന്റ് ക്യാരി കണ്ടക്ടർ, അതിന്റെ കറണ്ട് ഇത്രയാണ്, അത് വെച്ചിരിക്കുന്നത് ഇത്ര ഫ്ലക്സ് ഡെൻസിറ്റിയിലാണ്, അത് ഇത്ര ആംഗിൾ മേക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇത് വൺ വേർഡ് ആയിട്ട്, അതായത് ഒന്നെങ്കിൽ ഇക്വേഷൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ടേംസ് പറഞ്ഞിട്ട് നമ്മളോട് ഫോഴ്സ് എന്തെങ്കിലും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക, കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കും. PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തെ ബേസിക് ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ അറിയുന്നവർക്ക് മാത്രം അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ റാങ്ക് മേക്കിംഗ് ആണ്. പ്രോബ്ലം പോലത്തെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാം. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് തന്നിട്ടുണ്ടാവും. B തരുന്നതിന് പകരം അവർ ചിലപ്പോൾ അവിടുത്തെ ഫ്ലക്സും ഏരിയയും തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം B is equal to 5/A ആണ്. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് ഈ തീറ്റയുടെ വാല്യൂ മാറുന്ന അനുസരിച്ച്, അതായത് ആ വയർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് മാക്സിമം ആയിരിക്കും. ഇനി ആ വയർ വന്നിട്ട് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ തീറ്റ 0 ആയിരിക്കും. അപ്പൊ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? 0. ഇനി ഈ പറഞ്ഞ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഏതാണ്? റൈറ്റ് ഹാൻഡ് റൂൾ ആണ് കേട്ടോ. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ ഈ തംസപ്പിന്റെ സിമ്പിൾ ആണ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ട്, അതിനെ ആംബിയേഴ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ പറയാറുണ്ട്. അതും അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ റൂൾ നമ്മൾ പഠിച്ചിരിക്കുന്നത്. സ്ക്രൂ റൂൾ എന്താ പറയുക? നമ്മളൊരു സ്ക്രൂ കയറ്റുമ്പോൾ ആ സ്ക്രൂവിന്റെ ഡയറക്ഷൻ പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അതായത് കറണ്ട് പോകുന്നു, നമ്മുടെ കൈ ടിൽട്ട് ചെയ്യണ ഡയറക്ഷൻ, കൈ എങ്ങനെയാണോ സ്ക്രൂ അകത്തോട്ട് കയറ്റാൻ നേരത്തെ ടിൽട്ട് ചെയ്യണേ, ആ കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത് നമ്മുടെ വിരൽ മൂവ് ചെയ്യില്ലേ, കൈ മൂവ് ചെയ്യില്ലേ, ആ ഡയറക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ റൂളും പഠിച്ചിട്ടുള്ളത്. ഏത് വേണമെങ്കിലും വരാട്ടോ, റൈറ്റ് ഹാൻഡ് റൂൾ, ആംബിയസ് റൈറ്റ് ഹാൻഡ് റൂൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രൂ റൂൾ. അത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞത് കീവേഡ് ആണ്. മനസ്സിലായോ? അതല്ലെങ്കിൽ നമുക്ക് വേറെ ഉണ്ട്. ഇപ്പൊ ഒരു ജനറേറ്റർ ഒക്കെ പഠിക്കാൻ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ കൺസെപ്റ്റ്. ഓക്കെ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളോട് ചോദിക്കുന്നത് ഇൻഡ്യൂസ്ഡ് EMFന്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ കീവേഡ് ഏതാ? ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇവിടുത്തെ കീവേഡ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കേട്ടോ. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ അത് കൺഫ്യൂസ് ആയിട്ട് നിങ്ങളുടെ മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ടെൻഷൻ അടിച്ച്. ഓക്കെ, അടുത്തത് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ചാർജ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്ത്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് വെലോസിറ്റി അങ്ങനെ മാറുന്നില്ല, സ്പീഡ് കൂടുകയോ കുറയോ ചെയ്യുന്നില്ലാത്ത ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ജസ്റ്റ് എന്താ പറയുക, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, അതിന്റെ ഒരു വാല്യൂസിൽ മാറ്റം വരില്ല. അങ്ങനെയുള്ള ഒരു ഫീൽഡിനെയാണ് നമ്മൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങളൊരു ചാർജ് മൂവ് ചെയ്യാണ്. ചാർജ് എന്ന് വെച്ചാൽ ക്യൂ മൂവ് ചെയ്യാണ്. അതായത് ഒരു ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോട്ടോൺ ആവാം. അപ്പൊ അങ്ങനെ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജിന് മേലെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്? ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് ഇൻ ടേംസ് ഓഫ് ചാർജ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക കേട്ടോ. ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് ചാർജ് തന്നിട്ട് അതിന്റെ ടേമിലായിരിക്കും കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ പറയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി B ആണ്. ഇനി ഒരു ചാർജ് നമ്മൾ കൺസിഡർ ചെയ്തു, ആ Q. ഓക്കെ, ആ ചാർജ് ചിലപ്പോൾ ഒരു ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോട്ടോൺ ആവാം. അപ്പൊ ഈ ചാർജ് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാണ് വിത്ത് എ വെലോസിറ്റി V. V എന്ന് പറഞ്ഞ ഒരു വെലോസിറ്റിയിൽ ഇത് മൂവ് ചെയ്യാണ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ അത് സ്പീഡ് ഇടയ്ക്ക് കൂടുകയോ കുറയോ ഒന്നും ചെയ്യുന്നില്ല. യൂണിഫോം സ്പീഡിൽ ഇതിങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിന്റെ പുറത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് ഇവിടെ ഡിറൈവ് ചെയ്യുന്നത്, അതായത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് F is equal to
ക്യൂ വി ബി സൈൻ തീറ്റ. നമുക്കറിയാലോ ക്രോസ് പ്രോഡക്റ്റ് ഇല്ലേ, ക്രോസ് പ്രോഡക്റ്റ് ബി ക്രോസ് ബി എന്ന് വെച്ചാൽ അത് എന്താ കാണിക്കണത്, വി ബി സൈൻ തീറ്റ എന്നുള്ളതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന വേറെ റെപ്രസെന്റേഷൻ ആണ് ക്രോസ്. അതുപോലെ തന്നെ ബി ഡോട്ട് ബി ആണെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നു വി ബി കോസ് തീറ്റ എന്ന് പറഞ്ഞ റെപ്രസെന്റ്, അതായത് ക്രോസ് നൊട്ടേഷൻ അതുപോലെ ഡോട്ട് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ക്യൂ വി ബി സൈൻ തീറ്റയിലെ അതിനെ നമ്മൾ ഈ പറഞ്ഞ ക്രോസ് പ്രോഡക്റ്റിലോട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തതാണ് അടുത്തത് കാണുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ബി ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റിലേഷൻ നിങ്ങൾ ചിലപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്, മറ്റേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് EMT എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഇത് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് തരുന്നത് ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. അതായത് എഫ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ തന്നിരിക്കും. രണ്ടിന്റെയും കൂടെ എഫക്ട് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്ത്, ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം മാഗ്നറ്റിക് ഫീൽഡ് കാരണം, ഇപ്പൊ ഇവിടെ ഇ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, ഈ ബി കാണിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ലോറൻസ് ഫോഴ്സ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയാം കേട്ടോ. അപ്പൊ ആ ഒരു ഫോഴ്സിന്റെ കൺസെപ്റ്റിലാണ് ആര് വർക്ക് ചെയ്യണത്, മോട്ടർ വർക്ക് ചെയ്യണത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ബി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടി, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി അഗെയിൻ നമ്മൾ പറയാണ് സൈൻ തീറ്റയുടെ വാല്യൂ 0 ആവണത് എപ്പോഴാണ്, തീറ്റോ 0 ആവുമ്പോൾ. അതായത് ഇത് ആ ചാർജ് മൂവ് ചെയ്യുന്നത്, ഇപ്പൊ ഇതാണ് ചാർജ് മൂവ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണെങ്കിൽ അവിടെ ആംഗിൾ മേക്ക് ചെയ്യുന്നില്ല. ചാർജ് ക്യൂ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണെങ്കിൽ അവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നില്ല. അപ്പൊ തീറ്റ 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ സൈൻ 0യുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഇതേ ചാർജ് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് തീറ്റ 90 ആയിരിക്കും. അപ്പൊ നമുക്ക് സൈൻ 90 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 1 കിട്ടും. ആ കേസിൽ നമുക്ക് പറയാം മാക്സിമം ആയിട്ടുള്ള ഫോഴ്സ് അവിടെ ഇൻഡ്യൂസ് ചെയ്തു എന്ന് പറയാം. പിന്നെ നമ്മൾ പറയണത് എന്താ, ഈ ഫോഴ്സ് 0 ആണ്. ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യണം. അടുത്ത കേസ് പറയാം, പിന്നെ എപ്പോഴാണ് ഈ ഫോഴ്സിനെ നമുക്ക് 0 ആക്കാൻ പറ്റുക, പിന്നെ ഫോഴ്സിനെ 0 ആക്കാൻ പറ്റുന്നത് അവിടുത്തെ വെലോസിറ്റി 0 ആവാം. വെലോസിറ്റി 0 ആണത് എപ്പോഴാ, സാധനം അനങ്ങാണ്ട് നിൽക്കുമ്പോഴാണ് വെലോസിറ്റി, അതായത് ആ ട്രസ്റ്റിൽ നിൽക്കുമ്പോഴാണ് ഇതെന്താവുള്ളൂ, വെലോസിറ്റി 0 ആവുള്ളൂ. അപ്പൊ ഫോഴ്സ് 0 ആവുള്ള 2 കണ്ടീഷൻ ഏതൊക്കെയാണ്, ഒന്ന് രണ്ടല്ല 3 കണ്ടീഷൻ ഉണ്ട്. പിന്നെ ന്യൂട്രൽ പാർട്ടിക്കിൾ ആണെങ്കിലും 0 ആവും, കാരണം ക്യൂവിന്റെ വാല്യൂ നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ക്യൂ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആവുമ്പോഴും ഇതേ ഫോഴ്സ് 0 ആവും. ക്യൂ റെസ്റ്റിലാണെങ്കിലും വെലോസിറ്റി 0 ആയിട്ട് 0 ആവും. ന്യൂട്രൽ പാർട്ടിക്കിൾ മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഫോഴ്സ് 0 ആവും. ഇത് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ, നമുക്കിപ്പോ PSC നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഏത് കണ്ടീഷനിലാണ് ഫോഴ്സ് 0 ആവുക. ഓക്കെ, അവരിപ്പോ ഒന്നാമത്തെ കണ്ടീഷൻ ഇത് തരും, 2 ഇത് തരും, 3 ഇത് തരും, ഓപ്ഷൻ 4 വന്നിട്ട് വേറൊരു 3 കേസ് തന്നു. എന്നിട്ട് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, A ആൻഡ് B ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഓപ്ഷൻ തരാണ് A only ട്രൂ. അടുത്തത് പറയാണ് B only ട്രൂ. ഓപ്ഷൻ D തരാണ് ഓൾ ട്രൂ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ ഇതിന്റെ ആപ്ലിക്കേഷൻ. ക്വസ്റ്റ്യന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് 0 ആവണ എല്ലാ കൺസെപ്റ്റും ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ജസ്റ്റ് ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ്. അപ്പൊ ചാർജ് മൂവ് ചെയ്യാണ്, അപ്പൊ അവിടെ ഒരു ക്യൂ എന്ന് പറഞ്ഞ ടേം വന്നു. മാഗ്നറ്റിക് ഫീൽഡിനാണ്, അപ്പൊ ബി എന്ന് പറഞ്ഞ ടേം വന്നു. അപ്പൊ ഉള്ള ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് ഏത്, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഓക്കെ, ഓർത്ത് വെക്കണം. ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി പിന്നെ അതുപോലെ നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് BIL സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ രണ്ടും റിലേറ്റ് ചെയ്ത് വെക്കുക. ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഇതെന്തുവാ, ഒരു ചാർജ് മൂവ് ചെയ്യണോണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൽ എടുത്ത് പറയാണ്, മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് മൂവ് ചെയ്യണോണ്ടുള്ള ഫോഴ്സ് ആണ് ഇത്. ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ല, പകരം നമ്മൾ 2 കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വയറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അടുത്ത വയറിൽ കൂടെ വേറൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഉറപ്പായിട്ട് ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ദെയർബൈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സിന്റെ നേച്ചർ ആണ് നമ്മൾ എവിടെ നോക്കാൻ പോകുന്നത്, ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടർ. നമുക്ക് ഡെറിവേഷന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വേണ്ടത് ജസ്റ്റ് ആ ഇക്വേഷൻ ആണ്. ചിലവർ ഡിറൈവ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, ആ ഡെറിവേഷന്റെ
ആവശ്യമില്ല. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണേൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പൊ നമ്മൾ നോക്കാം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ആണ്. ഈ പാരലൽ കണ്ടക്ടറിൽ ഒന്നാമത്തെ കണ്ടക്ടറിലെ കറന്റിന്റെ ഡയറക്ഷൻ, അതുപോലെ രണ്ടാമത്തെ കണ്ടക്ടറിലെ കറന്റിന്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു, രണ്ട് ഇതിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ബി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, പിന്നെന്താണ്, കാരണം ഇവിടെ കണ്ടക്ടർ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഇട്ട് കാണിച്ചിരിക്കുക. ഓക്കെ, ഡോട്ട് കാണിക്കുന്നതും ക്രോസ് കാണിക്കുന്നതും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കറന്റ് ഫ്ലോ ചെയ്യണത്, നമ്മളൊരു ആണി ഉണ്ടല്ലോ, ആണി നമ്മളൊരു ഭിത്തിയിലോട്ട് കയറ്റുകയാണെങ്കിൽ ആണിയുടെ ടിപ്പ് പോയിന്റും ഇല്ല, അതായത് ഇപ്പൊ ഒരു ആണി ഇതാണ്, ഈ ആണി ഭിത്തിയിലോട്ട് കയറുമ്പോൾ ഈ ടിപ്പ് മൂവ് ചെയ്യുന്നതാണ് കറന്റിന്റെ ഡയറക്ഷൻ. മനസ്സിലായോ? അപ്പോ കറണ്ട് അകത്തോട്ട്, അതായത് ഇപ്പൊ പേപ്പർ അല്ലെങ്കിൽ വാളിന്റെ അകത്തോട്ട് ഫ്ലോ ചെയ്യില്ലേ, ഇൻസൈഡ്, ആ മൂവ് ചെയ്യാന്നാണ് അർത്ഥം അല്ലെ. നമ്മളൊരു ആണി അടിച്ചു കയറ്റുമ്പോ ആണി ആ ഭിത്തിയുടെ അകത്തോട്ടാ പോണേ, അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ട് അടിച്ചു കയറ്റുമ്പോ അതിന്റെ അകത്തോട്ടാ പോണേ. പക്ഷെ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത് ആണിയുടെ പുറത്തുള്ള ക്രോസ് മാർക്കാണ്. ഓക്കെ, അങ്ങനെ ഒന്ന് പഠിക്കുക. അപ്പോ കറണ്ട് അകത്തോട്ടാണ് ഫ്ലോ ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോസ് നൊട്ടേഷൻ കാണിക്കാം. കറണ്ട് പുറത്തോട്ട് വരും, അതായത് ഒരെണ്ണം പഠിച്ചു വെക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റത്. കറണ്ട് പുറത്തോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് നൊട്ടേഷൻ കാണിക്കുന്നത്, ഡോട്ട് നൊട്ടേഷൻ ആയിരിക്കും. ഇത് തന്നെ നമ്മളൊരു ആരോ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടും കൂടെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള, ഞാൻ ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് ഒരു കൺസെപ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ കാണിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇത് കാണിക്കുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പോൾ അനുഭവപ്പെട്ട ഫോഴ്സിന്റെ ഡയറക്ഷൻ, നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് രണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഞാൻ രണ്ട് കണ്ടക്ടറിലെയും കണ്ടുപിടിച്ചു. അപ്പൊ കണ്ടക്ടറിലെ കറണ്ടിന്റെ നൊട്ടേഷൻ എടുക്കാനായിട്ട് നമ്മൾ ഒരു ഡോട്ടും ക്രോസും ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കൺസെപ്റ്റ്. നമ്മൾ പറഞ്ഞു ഒരു ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടർ, രണ്ട് പാരലൽ കണ്ടക്ടറിന്റെ രണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ തന്നിരിക്കുക. ഇവിടെ നോക്കി, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യണത്. ഈ ഫിഗറിൽ രണ്ട് കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഈ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടി, രണ്ടും ഒരേ ഡയറക്ഷനിലോട്ടാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിക്കുക, രണ്ട് ഫോഴ്സ് അടുത്ത് വരാൻ ആക്ട് ചെയ്യണത്, ഈ ഫോഴ്സ് ഇങ്ങടും ഈ ഫോഴ്സ് ഇങ്ങടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, അവർ അട്രാക്ട് ചെയ്യും. മനസ്സിലായി? അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ രണ്ട് കണ്ടക്ടറിലെയും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് രണ്ടും ഇങ്ങനെയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യണ ഒരു ടെൻഡൻസി, ഇവൻ ഇങ്ങോട്ട് മൂവ്, കണ്ടക്ടർ മൂവ് ചെയ്യില്ല. ഞാൻ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യണു, ഇത് അങ്ങോട്ട് ആക്ട് ചെയ്യണം. നെറ്റ് എഫക്ട് അവിടെ എന്താ വരുന്ന, ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. കറണ്ട് സെയിം ഡയറക്ഷനിലാണ് രണ്ട് പാരലൽ കണ്ടക്ടറിൽ മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് അട്രാക്ഷൻ ആയിരിക്കും. ഇനി നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞ പോലെ റൂൾ അപ്ലൈ ചെയ്ത് ഒരു കണ്ടക്ടറിലെ കറണ്ട് ഇങ്ങനെ, ഒരു കണ്ടക്ടറിലെ കറണ്ട് ഇങ്ങനെ, അപ്പൊ ഫോഴ്സ് രണ്ടും പുറത്തോട്ട് കിട്ടി. അപ്പൊ രണ്ടിന്റെയും ടെൻഡൻസി എന്താ, അകന്നു പോവാന്നുള്ള ടെൻഡൻസിയാണ്. അതായത് കാണിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പാരലൽ കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും, റിപ്പൾസീവ് ആയിരിക്കും. ഇത് പഠിച്ചു വെക്കുക. ഇതൊരു PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ട് പാരലൽ കണ്ടക്ടറിൽ ഇഫ് ദ കറന്റ് ആർ ഫോളോയിങ് ഇൻ സെയിം ഡയറക്ഷനിലാണെങ്കിൽ എന്താണ് ഓർക്കേണ്ടത്, രണ്ടിന്റെയും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും. മറ്റു കേസിൽ എന്താ, രണ്ടും പുറത്തോട്ട, അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, റിപ്പൽ ചെയ്യണ ടെൻഡൻസി ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ ആണ്, ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ്. ഇത് ഇപ്പൊ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോട്ട്-സെവേർട്സ് ലോ എന്ന് പറഞ്ഞ ഒരു ലോ പഠിക്കുന്നുണ്ട് അല്ലെ. ആ ലോയിനകത്ത് ലോയിന്റെ ഹിന്ദിന്നാണ് ശരിക്കും ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാനിപ്പോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഹിന്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു, ആ കണ്ടക്ടറിന്റെ റേഡിയസ് R അല്ലെങ്കിൽ D ആണെന്ന് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബയോട്ട്-സെവേർട്സ് ലോ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ D ഈസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് കേട്ടോ. ബയോട്ട്-സെവേർട്സ് ലോയിൽ ഇന്റഗ്രലിന്റെ ടേമിലാണ് പറയണേ. μ0I ഡിവൈഡഡ് ബൈ 2πd എന്ന് പറഞ്ഞ് നമുക്ക് ഈ ബിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു ഫോഴ്സ് കണ്ടുപിടിക്കാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ B × I × L എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഈ ബിന്റെ വാല്യൂ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിപ്പോ I1 ആണ്, ഇത് I2 ആണെങ്കിൽ ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ഡെറിവേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു തരാം. ഇത് പറഞ്ഞ് സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് അതുകൊണ്ട് ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് വേണ്ട കൺസെപ്റ്റ് ഇതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പാരലൽ കണ്ടക്ടറിൽ ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതായിരിക്കും. ദാറ്റ് ഈസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു μ0 × I1 I2, അതായത് രണ്ട് പാരലൽ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്.
ഓക്കെ, ഇൻറ്റു കണ്ടക്ടറിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ 2πd. ഈ d എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. ഈ കണ്ടക്ടേഴ്സ് തമ്മിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ d ആയിട്ട് പറയണത് കേട്ടോ. എത്ര ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളത്. ഇനി ഇത് തന്നെ ഉണ്ടല്ലോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേമിൽ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ജസ്റ്റ് ഒരു കൺഫ്യൂസ് ആവാണ്ടിരിക്കാൻ പറയണതാണ്. ഇപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാക്സിമം നമ്മൾ ഇതിന്റെ റേഡിയസ് ആണെന്ന് പറയാം. അതിനെ സംടൈംസ് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാറുണ്ട്, d ആയിട്ട് ഇക്വേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ചില എക്സ്പ്ലനേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു മാക്സിമം റേഡിയസ് r is equal to d. അപ്പൊ അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് കണ്ടക്ടർ ഇരിക്കണേ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതിന്റെ രണ്ടിന്റെ ഡിസ്റ്റൻസ് നമ്മൾ d ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു, ഫോഴ്സിന്റെ എക്സ്പ്രഷൻ പാരലൽ കണ്ടക്ടർ ആണെങ്കിൽ μ0, മ്യൂവിന്റെ വാല്യൂ എത്രയാ? മ്യൂവിന്റെ വാല്യൂ 4π × 10⁻⁻⁷ ആണ്. ഇൻറ്റു I1 I2 L ഡിവൈഡഡ് ബൈ 2πd. ഓക്കെ, ഈ d കാണിക്കുന്നത് എന്താ? രണ്ട് പാരലൽ കണ്ടക്ടേഴ്സും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് d കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ഇനി നമ്മളോട് ചോദിക്കുകയാണ് രണ്ട് കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് പറയാം അവിടെ വരുന്നത് അട്രാക്ഷൻ ആയിരിക്കും. ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് അട്രാക്ഷൻ ആയിരിക്കും. ഇനി രണ്ട് കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ വരുന്ന നെറ്റ് ഫോഴ്സ് റിപ്പൾഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ കൺസെപ്റ്റ് ഫുൾ നിങ്ങൾ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് മുന്നേ ആയിട്ട് ഇത് മൊത്തം നോക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്നിട്ട് അടുത്ത സെഷനിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മൾ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരൂ കേട്ടോ. പേഴ്സണലി വേണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് യൂസ് ആവില്ല. അതിനും ഭേദം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ ക്ലാസ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, അപ്പൊ നമ്മളൊരു MCQ ചെയ്തു നോക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2 parallel wires which 0.5 meter long are at a distance of 1 meter from each other. If current flowing through each wire is 1 ampere, the force between the wires is. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ തന്നെ കത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പാരലൽ വയേഴ്സ്. ഓക്കെ, 2 parallel wires. അപ്പൊ ഈ പാരലൽ വയേഴ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. L എത്രയാണ്? 0.5 മീറ്റർ ആണ്. ഇനി ഈ രണ്ട് പാരലൽ വയേഴ്സും കീപ്പ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ ആണ്. ഇനി ഈ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് വയർ, രണ്ട് കറണ്ടും തന്നിട്ടുണ്ട്. അതായത് I1 ഉം I2 ഉം എത്രയാന്നാ പറഞ്ഞേക്കണേ? 1 ആംപിയർ ആണ്. കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനത്തെ കേസിൽ, അതായത് പാരലൽ വയേഴ്സിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, പാരലൽ വയേഴ്സ് എന്ന് വെച്ചാൽ പാരലൽ കണ്ടക്ടർ ആണ് അല്ലെ, പാരലൽ കണ്ടക്ടറിലെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ നോക്കാം. F is equal to μ0 I1 I2 into length divided by 2πd. ഇതാണ് ഇക്വേഷൻ അല്ലെ. ഇക്വേഷൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയേ μ0ന്റെ വാല്യൂ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 4π × 10⁻⁷. I1 ഉം I2 ഉം 1 ആംപിയർ. ലെങ്ത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ലെങ്ത് ഈസ് 0.5 മീറ്റർ. യൂണിറ്റും ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ യൂണിറ്റും നിങ്ങളൊന്ന് നോക്കണേ. സോൾവ് ചെയ്തു, മിടുക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്തു. എന്നിട്ട് ഇത് 2 × 3.14 × ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10⁻⁻⁷ എന്ന് കിട്ടും. ഫോഴ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് ന്യൂട്ടൺ എന്ന് കിട്ടും. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഒന്നൊരു മാറ്റം വരുത്തി ചോദിക്കാം. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് പെർ ലെങ്ത് കണ്ടുപിടിക്കണം. എങ്ങനെ കിട്ടും? ഫോഴ്സ് പെർ ലെങ്ത് F/L വാല്യൂ എത്രയായിരിക്കും ചോദിച്ചിരിക്കുന്നത്? ഇതാണ്. ഫോഴ്സ് ബിറ്റ്വീൻ ദ വയർ അല്ല, ഫോഴ്സ് ബിറ്റ്വീൻ ദ വയേഴ്സ് തന്നെ, ബട്ട് പെർ ലെങ്ത് ആണ്. സോറി, ലെങ്ത് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് എഫിന്റെ എക്സ്പ്രഷൻ ആണ്. അവിടെ നിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് പെർ ലെങ്ത്, അതായത് ന്യൂട്ടൺ പെർ മീറ്ററിൽ കിട്ടുന്ന വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. ഇതേ ഇക്വേഷൻ തന്നെ. ഈ ഇക്വേഷൻ അറിയാവുന്ന ആള് ഒന്നിരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റും കിട്ടും. ഇതിന് വാല്യൂ ഇല്ല കേട്ടോ, അതിന്റെ വാല്യൂ ഇല്ല. ഞാൻ ചോദിച്ചു എന്നുള്ളൂ, ജസ്റ്റ് ഇത് എങ്ങനെ സോൾവ് ചെയ്യും. ഓക്കെ, ഒരു ഐഡിയ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാണ്. നമുക്ക് F is equal to μ0 I1 I2 L divided by 2πd എന്ന് പറയാം. ഈ എല്ലിനെ എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? F/L എക്സ്പ്രഷൻ കിട്ടും. F/L is equal to μ0 I1 I2 divided by 2πd. ഈ വാല്യൂവിനെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ല് മാത്രം നിങ്ങൾ ചെയ്യണ്ട, ബാക്കിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ആരാണ്ട് ആൻസർ കിട്ടി. എത്ര കിട്ടും വാല്യൂ? 2 × 10⁻⁻⁷. ഓക്കെ, ഞാൻ ചെയ്തു നോക്കിയില്ല കേട്ടോ.
ആ വാല്യൂ കിട്ടും. അതായത് വേറെ ഒന്നുമില്ല, 4 pi into 10 raised to minus 7 into 1 into 1 divided by 2 into pi into distance എത്രയാണ് 1. ഓക്കെ, അപ്പൊ ഈ പൈയും ക്യാൻസൽ ചെയ്തു, 2ഉം ഇതും ക്യാൻസൽ ചെയ്തു, എന്ത് കിട്ടും? 2 into 10 raised to minus 7 അത്രയും ന്യൂട്ടൺ പെർ മീറ്ററിൽ കിട്ടും. കൺസെപ്റ്റ് ക്ലിയർ ആയാലോ? ഒരേ ഇക്വേഷൻ തന്നെ രണ്ട് രീതിയിൽ ചോദിച്ചതാണ് കേട്ടോ. ഇത് പെർ ലെങ്ത്തിലെ ഫോഴ്സ്, ഇത് ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പെർ ലെങ്ത് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിച്ചു വെക്കേ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു വെക്കേ. An electron accelerated through a potential difference V passes through a uniform transverse magnetic field and experiences a force F. If the accelerating potential is increased to 2V, the electron in the same magnetic field experiences a force. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചാർജ് എന്താണ്? Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ ആണ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡില് മൂവ് ചെയ്യാണ് അല്ലെ, മൂവിങ് വിത്ത് സം വെലോസിറ്റി. ഓക്കെ, അത് മൂവ് ചെയ്തു, കാരണം ആക്സിലറേറ്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചാർജിനോട്ട് കൊടുത്ത വോൾട്ടേജ് എത്രയാണ്? V ആണെന്ന് പറഞ്ഞു. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ ചാർജ് മൂവ് ചെയ്യാൻ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ V ആണെന്ന് പറഞ്ഞു. അത് മൂവ് ചെയ്തത് ഒരു യൂണിഫോം ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിലാണ്. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇത് മൂവ് ചെയ്യണത്, ചാർജ് മൂവ് ചെയ്യണത് 90 ഡിഗ്രി, അതായത് സൈൻ 90 is equal to 1 എന്നുള്ള കൺസെപ്റ്റ് വരില്ല. അതിനുവേണ്ടിയാണ് ആ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ 90 ഡിഗ്രി ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോഴ്സ് F അനുഭവപ്പെട്ടു. ഇനി ഈ വിക്ക് പകരം ഞാൻ ഇതേ സംഭവത്തിന് ചാർജിന് വന്നിട്ട് 2V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോ ഇവിടെ അനുഭവപ്പെടുന്ന എനർജി ഈസ് ഈക്വൽ ടു, ഓക്കെ, നമുക്ക് എനർജി ആയിട്ട് റിലേറ്റ് ചെയ്യാം. മോഷൻ ആണ്, മോഷന്റെ എനർജി എന്ന് നമുക്ക് കൈനറ്റിക് എനർജി ആണ് അല്ലെ, കൈനറ്റിക് എനർജി കാരണമാണ് നമുക്ക് മോഷൻ പറയാം. അപ്പോ ഇവിടുത്തെ ചാർജ് Q into V is equal to ഞാൻ കൈനറ്റിക് എനർജി എന്ന് പറയാം. അതായത് ഇവിടെ Q നമ്മുടെ എന്താണ്? ഈ ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോൺ ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാണ്? V ആണ്. അപ്പൊ Q into V എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എനർജിയാണ്. ആ എനർജിനെ ഞാൻ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാണ്? ഇവിടുത്തെ കൈനറ്റിക് എനർജി, കാരണം അത് എന്ത് കാരണം? മോഷൻ കാരണം ഉണ്ടായിട്ടില്ല. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ പറയാം EV is equal to, ഇത് കാണിക്കുന്നത് വോൾട്ടേജ് ആണ് കേട്ടോ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. EV is equal to കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താ? കൈനറ്റിക് എനർജി is equal to half into m into v square. ഈ V കാണിക്കുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡാണ് കാണിക്കണത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ചാർജ് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എനർജി ഏതാണ്? കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, നെറ്റ് എഫക്ട് അവിടുത്തെ എനർജി ഏതാ? QV ആണ് അവിടുത്തെ എനർജി. ദാറ്റ് എനർജി ഈസ് ഈക്വൽ ടു EV എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ വാല്യൂവിനെ നമ്മൾ എന്തിലോട്ട് ഇക്വേറ്റ് ചെയ്തു? കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? EV is equal to ഹാഫ് ഇൻറ്റു m വെലോസിറ്റി സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ എന്തെന്ന് എഴുതാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2EV ഡിവൈഡഡ് ബൈ m. ഇത്രയത്തിന്റെ റൂട്ട് ആയിരിക്കും എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ റിലേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ഓക്കെ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2EV ബൈ m എന്ന് കിട്ടി. ഇനി നമുക്ക് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നോക്കാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? Q ഇൻറ്റു VB സൈൻ തീറ്റ. V അല്ല, വെലോസിറ്റി B സൈൻ തീറ്റ എന്നാ പഠിച്ചത്. ട്രാൻസ്വേഴ്സ് മോഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞു സൈൻ 90 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Q ഇൻറ്റു വെലോസിറ്റി B എന്ന് കിട്ടി. ഫോഴ്സിന്റെ എക്സ്പ്രഷൻ Q നമുക്കറിയാം E ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. B നമുക്ക് B എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഈ വെലോസിറ്റി B ഞാൻ എന്ത് ചെയ്യാം? ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2EV ബൈ m. അതാണ് എന്റെ ഫോഴ്സിന് കിട്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പൊ F ഈസ് പ്രപ്പോർഷണൽ ടു, ബാക്കിയെല്ലാം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ F ഈസ് പ്രപ്പോർഷണൽ ടു എന്തെന്ന് കിട്ടി? റൂട്ട് B എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അതായത് നമ്മള് V എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഈ പറഞ്ഞ ചാർജിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ വന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് B ആണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്തേ? ഈ വോൾട്ടേജ് മാറ്റി ആ വോൾട്ടേജ് ഞാൻ 2 ടൈംസ് കൂട്ടി, 2V ആക്കി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന പുതിയ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഫോഴ്സിന്റെ റിലേഷൻ എന്തായിരിക്കും? ദാറ്റ് ന്യൂ ഫോഴ്സ് റിലേഷൻ വിൽ ബി F ഡാഷ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 2V. ഓക്കെ, അതായത് F വരുന്നത് എന്താ? ഫോഴ്സ്. B വോൾട്ടേജ് വന്നപ്പോൾ ഉള്ള ഫോഴ്സ് ആണ് F. അപ്പൊ എന്റെ വോൾട്ടേജിന് ഞാൻ എന്ത് ചെയ്തു? 2 ടൈംസ് കൂട്ടി. അപ്പൊ ദാറ്റ് ഈസ് അപ്പൊ കിട്ടുന്ന ഫോഴ്സ് ആണ് പുതിയ ഫോഴ്സ് F ഡാഷ് എന്ന് പറയുന്നത്. F ഡാഷ് ഈസ് പ്രപ്പോർഷണൽ ടു 2V എന്ന് പറയാം. ഈ 2V എനിക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം? F ഡാഷ് പ്രപ്പോർഷണൽ ടു റൂട്ട് 2 ഇൻറ്റു റൂട്ട് B എന്ന് പറയാം. ഓക്കെ, ഈ റൂട്ട് ബിനെ എനിക്ക് എന്തായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും?
ഒന്നാമത്തെ ഫോഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു √2 ഇൻറ്റു എഫ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷനില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കൺസെപ്റ്റ് ജസ്റ്റ് ചെറിയൊരു കൺസെപ്റ്റ് ആണ്. ഇത് ഒന്നും കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു ചാർജ് മൂവ് ചെയ്തപ്പോൾ നമ്മളൊരു വി വോൾട്ടേജ് ആണ് കൊടുത്തപ്പോൾ അയാളുടെ എനർജി എന്താണ്? EV ആണ്. മോഷന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, അതാണ് ആക്സിലറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ എനർജി നമ്മൾ കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അതാണ് എന്തെന്ന് പറയണത്? ഈ ഹാഫ് CV mv സ്ക്വയർ എന്ന് പറയുന്നത്. അവിടുന്ന് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് നമ്മൾ എന്താണ് V എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുത്തപ്പോൾ ഉള്ള വെലോസിറ്റി. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വെലോസിറ്റി 2V ആക്കി കഴിയുമ്പോൾ ഈ എക്സ്പ്രഷൻ എന്തെന്നാ പറഞ്ഞാൽ 2 ഇൻറ്റു EV ഇൻറ്റു വിക്ക് പകരം നമ്മൾ 2V എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് എന്തെന്നാ കിടക്കണേ? ആ വിന്റെ ടേം ഒന്ന് ഡബിൾ ആയിന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇനി നമ്മൾ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. F is equal to QVB sin theta എന്ന് പറയാം. കാരണം ഒരു ചാർജ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ഇതാ. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്, അതായത് മോഷൻ ഈസ് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ. അപ്പൊ സൈൻ തീറ്റയുടെ വാല്യൂ 1 ആയിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ബിന്റെ എക്സ്പ്രഷൻ ഇവിടത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് തന്നെ നിങ്ങൾ എഫ് ഡാഷ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ വെലോസിറ്റി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നാമത്തെ ബി എന്ന് പറഞ്ഞ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ഫോഴ്സ് എനിക്ക് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു √B കിട്ടി. ഇനി എന്റെ പുതിയ ഫോഴ്സ് എഫ് ഡാഷ്, അതപ്പോ പ്രൊപ്പോർഷണൽ ടു എന്താ? V അല്ല ഇപ്പൊ കൊടുത്തേക്കണം, 2V ആണ്. 2 ടൈംസ് വോൾട്ടേജ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 2 ടൈംസ് വോൾട്ടേജ്. അപ്പൊ ഈ √B വരെ എനിക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √2 ഇൻറ്റു √B എന്നാണ് കിടക്കണേ അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? √2 ഇൻറ്റു √B വരെ ഞാൻ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടിയത്? ദാറ്റ് ന്യൂ ഫോഴ്സ് വിൽ ബി √2 ടൈംസ് ഫസ്റ്റ് ഫോഴ്സ്. ഓക്കെ, നമ്മുടെ വോൾട്ടേജ് ഡബിൾ ചെയ്തപ്പോൾ ഫോഴ്സിന് വന്ന റിലേഷൻ. ഈ റിലേഷൻ ഒന്ന് പ്രോബ്ലം മനസ്സിലാക്കി വെക്കുക കേട്ടോ, എങ്ങനെയാണ് സോൾവ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ഫാരഡേസ് ലോയിലെ കുറച്ച് കൺസെപ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, പല എക്സാമുകൾക്കും ഓരോ സബ്ജക്റ്റിനും തരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പലതാണ്. അപ്പൊ നമ്മളൊരു ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോലുള്ള ഈ അടുത്ത് വിളിച്ച കുറച്ച് എക്സാമുകൾക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസിറ്റിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വാസ്റ്റ് ടോപ്പിക് ആണ്. നമ്മളിപ്പോ കുറേ ദിവസമായിട്ട് ഒന്നാമത് നമുക്ക് ഞായറാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതെന്താണ്, ഇതിന്ന് നമുക്ക് വാസ്റ്റ് ആയിട്ട് തോന്നാനുള്ള കാരണം ഇതാണ്, നമ്മളിങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ജസ്റ്റ് നോട്ട് തന്നെ നമ്മൾ പോകുന്നില്ല, എല്ലാം ഒന്ന് തറഞ്ഞിക്കൊണ്ട് റിവിഷൻ ചെയ്യാനുള്ള ടൈം ലാവിഷായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഒന്ന് റിവൈസ് ചെയ്യുക. കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, ആ കുറച്ച് ടോപ്പിക് ഒന്ന് മര്യാദയ്ക്ക് നോക്കാം. എന്താണ് സുനീഷ് അല്ലല്ലോ, ആരാണ്ട് കൈ പൊക്കി, എന്തായിരുന്നു ചോദിച്ചോ? സുശാന്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണോ? അത് അറിയാണ്ട് കൈ റൈസ് ചെയ്തിട്ടാണോ? അറിയാണ്ടാണോ? അതെയോ, സോറി, അറിയാണ്ട. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയാലോ? ഇനി ഈ ടോപ്പിക് ഇതുവരെ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് വരുന്ന, അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഫോഴ്സ് ഓൺ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, അതുപോലെ ഒരു മോഷൻ ഓഫ് എ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അതിൽ വരുന്ന ഫോഴ്സ്, അതിന്റെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. സപ്പോസ് നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാവുന്നവർ വേഗം വേഗം ചെയ്ത് പോവാം. എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്ലാസ് ഉണ്ടല്ലോ, ലൈവ് ക്ലാസ്സിൽ നിങ്ങളൊന്ന് എന്നോട് ടെലിഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് ഇട്ടാൽ മതി. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു തരാം, നിങ്ങൾക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് കിട്ടും. ഓക്കെ, അപ്പം ആ പ്രോബ്ലം തന്നെ ചോദിച്ചില്ലെങ്കിലും അതുപോലത്തെ പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് കുറച്ച് സ്റ്റാർട്ടിങ് മാത്രമേ എടുക്കണുള്ളൂ, കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. നമ്മൾ പഠിച്ച ലോ ആണ്, കുറെ കൂടി ഈസി ആയിരിക്കും. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറെ പേരിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ മോട്ടറിന്റെ വർക്കിങ്ങും ജനറേറ്ററിന്റെ വർക്കിങ്ങും. ഇത് രണ്ടും സെയിം ആവണമുണ്ടല്ലോ. ഇൻ ടേംസ് ഓഫ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ് മോട്ടറും ജനറേറ്ററും സെയിം ആവുന്നത്. ഓക്കെ, അത് തലച്ചോറിൽ കയറ്റി വെക്കുക കേട്ടോ. കാരണം അത് പലർക്കും ഇങ്ങനെ കൺഫ്യൂസിംഗ് ആണ്. ചിലർ പറയും മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ആന്ന് പറയും. ഫാരഡേസ് ലോ എന്ന് വെച്ചാൽ എന്താ? EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കാരണത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മനസ്സിലായോ? അപ്പം ഒരു മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് ഈ പറഞ്ഞൊരു EMF ഇൻഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മോട്ടർ വർക്ക് ചെയ്യാൻ എന്താ വേണ്ടത്? എല്ലാ കണ്ടക്ടറിലും ഒരേ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. ഈ ഒരു ഡിഫറൻസ് പല ഇലക്ട്രിക്കലി കഴിഞ്ഞ കുട്ടികളോടും മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ അവർ ഫാരഡേസ് ലോ പറയും. അപ്പൊ അതൊന്ന് നീറ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ജനറേറ്റർ വർക്ക് ചെയ്യാനാണ്. ജനറേറ്റർ എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു മെക്കാനിക്കൽ എനർജി കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ഔട്ട്പുട്ട് കിട്ടണം. അപ്പൊ കറണ്ട് പുറത്തോട്ട് കിട്ടണം.
ആ കറണ്ട് പുറത്തോട്ട് കിട്ടാനായിട്ട് ഉള്ള കൺസെപ്റ്റ് ആണ് ആര് പറയണത്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ മെയിൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ മോട്ടറിൽ നമ്മൾ എന്താ ചെയ്യണേ? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. ലോറൻസ് ഫോഴ്സ് പോലത്തെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അതിന്റെ ഫലമായിട്ടാണ് എന്ത്? ആ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യണം. അവിടെ ഒരു റൊട്ടേഷന്റെ കാര്യമാണ് പറയുന്നത്. ഫാരഡേസ് ലോയിൽ എവിടെയും റൊട്ടേഷന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിക്കുമ്പോൾ നീറ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ലോ എന്തൊക്കെയാണ്, ടേംസ്, അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. അപ്പൊ അടുത്ത ആഴ്ച തൊട്ട് അത് യൂസ്ഫുൾ ആവുമല്ലോ. ഫാരഡേ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു കണ്ടക്ടർ, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കണ്ടക്ടർ വെച്ചിരിക്കാം. ഓക്കെ, ഈ കണ്ടക്ടർ ഒന്ന് മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. കണ്ടക്ടർ മൂവ് ചെയ്തു, അല്ലെങ്കിൽ എന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ കണ്ടക്ടർ ഇങ്ങനെ തന്നെ ഇരിക്കുക, എന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കാന്ന് വിചാരിക്കും. എന്താണെങ്കിലും സംഭവിച്ചത് എന്താ? നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിച്ചു. ഓക്കെ, ഫ്ലക്സ് കണ്ടക്ടർ കട്ട് ചെയ്യണതിനകത്ത് എന്ത് സംഭവിച്ചു? മാറ്റം സംഭവിച്ചു. ഫ്ലക്സ് ലിങ്കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ കണ്ടക്ടറിനകത്ത് കിട്ടുന്ന ഒരു കണ്ടക്ടർ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണ്. ഈ കണ്ടക്ടറിൽ കൂടെ കയറി ഇറങ്ങി പോയി ടച്ച് ചെയ്തിരിക്കുന്ന ഫ്ലക്സിനെ നമുക്ക് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയാം. ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടായാൽ പോരാ, ഫ്ലക്സ് ലിങ്കേജിന് എന്ത് സംഭവിക്കണം? ചേഞ്ച് ഉണ്ടാവണം. അത് ശ്രദ്ധിക്കുക. ഫ്ലക്സ് ലിങ്കേജിന് ചേഞ്ച്, ആ ചേഞ്ച് ആണ് നമ്മൾ ഡിഫൈ എന്ന് പറയുന്നത്. ചുമ്മാ ഒരു ഫ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു കണ്ടക്ടർ ഇരിക്കണു, ആ കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ചുമ്മാ വെച്ചിരിക്കുക. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു അയൺ പീസ് എടുത്തിട്ട് ചുമ്മാ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യില്ല. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈ അയൺ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. അപ്പൊ എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ലൈൻസിൽ കട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ അയൺ പീസ് അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ മാഗ്നറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. അപ്പോഴും എന്ത് പറ്റും? ഫ്ലക്സ് ലിങ്കേജിൽ മാറ്റം വരും. ഓക്കെ, അപ്പം ഫ്ലക്സ് ലിങ്കേജിൽ മാറ്റം സംഭവിച്ചാലാണ് എന്തുണ്ടാവുക? ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്താൽ, ഓക്കെ, ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്താലാണ് അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യുക? EMF ഇൻഡ്യൂസ് ചെയ്യുക. എവിടെ ഇൻഡ്യൂസ് ചെയ്യണേ? ആ കണ്ടക്ടറിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യണേ. ഇതാണ് ആര് പറയുന്നത്? ഫാരഡേന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ലോ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യണമല്ലോ, അതാണ് ഫാരഡേ പറഞ്ഞത്. ഫാരഡേയുടെ കൺസെപ്റ്റ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണ്ടക്ടറില് ആ കണ്ടക്ടർ ടച്ച് ചെയ്യുന്ന ഫ്ലക്സിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ, അതാണ് ഞാൻ ഈ ടേം അടിവരെ ഇട്ട് പറഞ്ഞത് കേട്ടോ. കണ്ടക്ടറിൽ ഫ്ലക്സ് മുട്ടിയാൽ മാത്രമല്ല, ഫ്ലക്സിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. എവിടെ? കണ്ടക്ടറിൽ. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അതിങ്ങനെ റിലേറ്റ് ചെയ്തു. ഇനി പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? ഇനി ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ തിയറിയിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളി സെക്കൻഡ് ലോ കണ്ടുപിടിച്ചു. ആ സെക്കൻഡ് ലോയിൽ പറയുന്നത് ഈ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ വാല്യൂ അതുപോലെ ചേഞ്ചിനെ അയാൾ എന്ത് ചെയ്യുകയാണ്? റിലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അയാളല്ല, അദ്ദേഹം റിലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് എന്ത്? ഫാരഡേ സെക്കൻഡ് ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയാണ്, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യണ EMF എപ്പോഴും എങ്ങനെയായിരിക്കും? എത്രത്തോളം ഫ്ലക്സിൽ മാറ്റം സംഭവിച്ചോ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലേ, വിത്ത് റെസ്പെക്ട് ടു ടൈം ഫ്ലക്സിൽ എന്തോരം മാറ്റം സംഭവിച്ചോ അത്രത്തോളം എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് ഫാരഡേന്റെ സെക്കൻഡ് ലോ. ഫാരഡേന്റെ സെക്കൻഡ് ലോ പറയുന്നത് ഇക്വേഷൻ ആണ്. ഓക്കെ, അതായത് EMFും ഫ്ലക്സും തമ്മിലുള്ള റിലേഷൻ ആണ്. ഫസ്റ്റ് ലോ പറയണത് എങ്ങനെയാണ് EMF ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ലോ പറയണത് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? ഈ പ്രപ്പോർഷണൽ ടു dφ/dt എന്ന് കിട്ടി. പ്രപ്പോർഷണാലിറ്റി കളയാൻ നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. ഈസ് ഈക്വൽ ടു n dφ/dt എന്ന് കിട്ടി. ഇത്രയുമാണ് ആര് പറഞ്ഞിട്ടുള്ളൂ? ഫാരഡേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ഫാരഡേ പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലോട്ട് അടുത്തത്, ഇനി ഓരോ പ്രബന്ധത്തിൽ നിന്നാണോ പുതിയ പുതിയ പ്രബന്ധങ്ങൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പോ ഈ കൺസെപ്റ്റിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലെൻസ് ഒരു പരീക്ഷണം നടത്തിയപ്പോൾ ലെൻസ് കണ്ടുപിടിച്ച കാര്യം, ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എപ്പോഴും ഈ ഉണ്ടായ കാരണം, ഈ EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഫ്ലക്സിൽ വന്ന മാറ്റം. ആ ഫ്ലക്സിൽ വന്ന മാറ്റത്തിന് എപ്പോഴും ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒപ്പോസിങ് നേച്ചർ ആയതുകൊണ്ടാണ് നമ്മൾ ഇയാൾക്കൊരു ഇക്വേഷൻ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, മൈനസ് എന്ന് വെച്ചാൽ ഒപ്പോസ് ചെയ്യണം. കാരണം ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF എപ്പോഴും എന്തായിരിക്കും? ആ ഫ്ലക്സിൽ വന്ന മാറ്റം കാരണമാണ് ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്തത്. ആ കാരണത്തിന്, അതായത് കോസിനെ, കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കോസിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ഓക്കെ, ആ ഒപ്പോസിങ് നേച്ചർ കാണിക്കാനാണ് നമ്മൾ എന്ത് സൈൻ യൂസ് ചെയ്തത്? നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോ ആ നെഗറ്റീവ് സൈൻ വരാൻ കാരണം ആരാണ്? ലെൻസസ് ലോ. അപ്പൊ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ സൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലോ ഏതാണ്? ലെൻസസ് ലോ ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ബട്ട് ഒരു ഇൻഡ്യൂസ്ഡ്
EMF-നെ കാണിക്കുന്ന ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ഏതാണ്? ഫാരഡേസ് ലോ ആണ്. റിലേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. കൺഫ്യൂസിങ് ഫാക്ട് ആണ്, അതുകൊണ്ട് തന്നെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാരഡേസ് ലോ ആണ്. പക്ഷെ ഇൻഡ്യൂസ് ചെയ്ത EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF-ന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ സൈൻ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഒപ്പോസിംഗ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ വന്നത്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ലെൻസസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്തിരിക്കാം. പിന്നെ നമുക്ക് ലെൻസസ് ലോ എന്താണെന്ന് അറിയണം. അപ്പൊ ലെൻസസ് ലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻഡ്യൂസ് ചെയ്തു, ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. EMF ഇൻഡ്യൂസ് ചെയ്താലുള്ള പ്രത്യേകത എന്താ? സർക്യൂട്ട് ഒരു ക്ലോസ്ഡ് ആണെങ്കിൽ വന്നിട്ട് എന്തുണ്ടാവും? അതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ആ സർക്യൂട്ട്, അതായത് കണ്ടക്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലേ, ആ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ കണ്ടക്ടർ സർക്യൂട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ മാത്രം അതിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഈ EMF ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് ആയതുകൊണ്ട് അയാളെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും ഞാൻ പറഞ്ഞേ, ഏത് കാരണം കൊണ്ടാണോ ഈ EMF അല്ലെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്തേ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതായത് അതിനെ ഒപ്പോസ് ചെയ്യും എന്നാ പറയണേ, കാരണക്കാരനെ ഒപ്പോസ് ചെയ്യും. അതാണ് ആര് പറയുന്നത്? ലെൻസസ് ലോ പറയണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു എനർജി ഉണ്ട്, ആ എനർജി എപ്പോഴും ബാലൻസിങ് ആണല്ലേ. എത്രത്തോളം അങ്ങോട്ട് ഉണ്ടാവണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ലെൻസസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? അതായത് എത്രത്തോളം ഫ്ലെക്സ് മാറിയോ, എത്രത്തോളം അവിടെ ഒരു എനർജി വന്നോ അതിന് നേരെ ഒപ്പോസ് ചെയ്ത് ഇപ്പുറത്തെ ഒരു എനർജി ഇൻഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പറയാം, ലെൻസസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയണത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. കാരണം ഫാരഡേസ് ലോ ആരുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണെന്നാ ഞാൻ പറഞ്ഞ? ജനറേറ്ററിന്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ജനറേറ്ററിലെ ഫോഴ്സ്, കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയും. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് എന്ത് ചെയ്യണം? സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിക്കണേ. ഓക്കെ, സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിക്കുമ്പോൾ 3 പേരും റൈറ്റ് ആംഗിൾ ആണ്, മ്യൂച്വലി റൈറ്റ് ആംഗിൾ ആണ് കേട്ടോ. 3 ഫിംഗേഴ്സും മ്യൂച്വലി റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ മ്യൂച്വലി റൈറ്റ് ആംഗിൾ ചെയ്ത് പഠിച്ചു. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് ഓർത്തിരിക്കാനായിട്ട് ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, 3 ഫിംഗേഴ്സ് നിങ്ങൾ പിടിച്ചിട്ടില്ലേ, ആ 3 ഫിംഗേഴ്സില് നമുക്ക് നമ്മുടെ വീട്ടില് ഫാദർ, മദർ, ചൈൽഡ് ആയിട്ട് ഇതിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഫാദർ എന്ന് വെച്ചാൽ ഒരു വീടിന്റെ നെടുന്തൂണ് വന്നിട്ട് ഇത് ഫാദർ. ഓക്കെ, ഫാദർ എന്ന് പറയുമ്പോൾ ഈ F മാത്രം മതി. F കാണിക്കുന്നത് എന്തിനാണ്? ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അമ്മ എന്ന് പറയുമ്പോൾ തടിച്ചൊരാൾ. ഓക്കെ, തടിച്ചൊരു പൊക്കം പറഞ്ഞ ഒരു അമ്മ. ഓക്കെ, അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മുടെ മദറിന്റെ ഡയറക്ഷൻ ആണ്. നമ്മുടെ തമ്പല്ലേ കൂട്ടത്തിൽ ഏറ്റവും തടിയും പൊക്കം കുറവൊക്കെ ആയിട്ടിരിക്കുന്ന മദർ. അതിന്റെ ഞാൻ M മാത്രം എടുത്തോളൂ, ദാറ്റ് ഈസ് മോഷൻ എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ്? ഫാദർ, മദർ, ഒരു കുട്ടിയുണ്ട് അവർക്ക്. അപ്പൊ ചൈൽഡ്. ഓക്കെ, ചൈൽഡ് C സ്റ്റാൻഡ്സ് ഫോർ കറണ്ട്. ഓക്കെ, ഇതെങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ഈസി ആയിരിക്കും. ഇത് തന്നെ നിങ്ങൾക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിലും യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നടുവിരൽ കാണിക്കാം, നടുവിരലല്ല ചൂണ്ടുവിരല് ഫാദർ, അതുപോലെ തമ്പ് വന്നിട്ട് മദർ, മിഡിൽ ഫിംഗർ വന്നിട്ട് ചൈൽഡ്, C. അപ്പൊ മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ടേമും കൂടെ എവിടെ വരും? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ തമ്പിനകത്ത് എന്തും കൂടെ കയറി വരും? മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്നും കൂടെ നമ്മൾ പറയും. അത് മാത്രം ഒരു അഡീഷണൽ വരുന്നുള്ളൂ. ഫിംഗറിന്റെ പേര് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്ത കറണ്ടിന്റെയും അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെയും അത് കാരണമുള്ള മോഷന്റെ ഒക്കെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയണം കേട്ടോ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ 3 ഫിംഗേഴ്സും സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിച്ചു. ചൂണ്ടുവിരൽ കാണിക്കുന്നത് ഫീൽഡിന്റെ ഡയറക്ഷൻ, തമ്പ് കാണിക്കുന്നത് മോഷന്റെ ഡയറക്ഷൻ. അതായത് നമ്മളൊരു മെക്കാനിക്കൽ എനർജി കൊടുക്കുക, ഒന്നെങ്കിൽ ഇങ്ങോട്ട് കറക്കും അല്ലെങ്കിൽ തിരിച്ചു കറക്കും. അപ്പൊ ആ കറക്കം ഉണ്ടല്ലോ, മോഷൻ, അതിന്റെ ഡയറക്ഷൻ നമ്മുടെ തമ്പ് കാണിക്കും. മിഡിൽ ഫിംഗർ ഉണ്ടല്ലോ, മിഡിൽ ഫിംഗർ ഏറ്റവും ലെങ്ത് കൂടിയ ഫിംഗർ, അത് കാണിക്കുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബട്ട് എന്നാലും നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കുക ഏതൊക്കെ ടൈപ്പിൽ ഇൻഡ്യൂസ്ഡ് EMF-നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF നമുക്കറിയാം, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്,
അതുപോലെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. ഇതാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ. ഇ എം എഫ് എങ്ങനെ ഉണ്ടാവുക? ഫ്ലക്സിൽ മാറ്റം ഉണ്ടാവണം. ഫ്ലക്സ് ലിങ്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഫ്ലക്സ് ലിങ്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടറിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഇ എം എഫ് വിൽ ഇൻഡ്യൂസ്. ഇതാണ് എന്ത് നമ്മുടെ ആ കൺസെപ്റ്റ്. അപ്പൊ ഇനി ഇത് എങ്ങനെയൊക്കെ നമുക്ക് കണ്ടക്ടറിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞ രണ്ട് രീതി. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. ഇവിടെ എന്താ ചെയ്യണേ? ഇവിടെ നമ്മുടെ കണ്ടക്ടർ ഡൈനാമിക്സ് എന്ന് വെച്ചാൽ എന്താ? മോഷൻ ആണ് അല്ലെ. ഇവിടെ നമ്മുടെ കണ്ടക്ടർ എന്താണ്? മൂവിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മുടെ കണ്ടക്ടർ എന്താണ്? സ്റ്റേഷനറി ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായി? അപ്പൊ കണ്ടക്ടർ മൂവിങ് ആണ്. അപ്പൊ ഇതാണ് ബേസിക് കേട്ടോ. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുമ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുമ്പോൾ ഇത്. ഡൈനാമിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ കണ്ടക്ടർ അവിടെ എന്തായിരിക്കും? കാരണം കണ്ടക്ടറിലാണല്ലോ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യണ്ടേ. അപ്പൊ നമ്മുടെ മെയിൻ ആളാരാണ്? നടൻ ആരാണ്? കണ്ടക്ടറാണ്. അപ്പൊ കണ്ടക്ടർ മൂവിങ് ആയിരിക്കും എവിടെ? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ. അതിന് എക്സാമ്പിൾ നമ്മുടെ ഒരു ജനറേറ്റർ ഒക്കെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഒരു DC ജനറേറ്റർ എടുത്തപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അനങ്ങാണ്ട് നിൽക്കുക. അപ്പൊ എന്ത് ചെയ്തു? എന്റെ കണ്ടക്ടർ ഇവിടെ മൂവ് ചെയ്തു. ആ കണ്ടക്ടർ മൂവ് ചെയ്തപ്പോ ഫ്ലക്സ് ലിങ്കേജിൽ മാറ്റം വന്നു, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു DC ജനറേറ്ററിലൊക്കെ പറയുന്നത് ഏതാണ്? ഒരു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി നമ്മളൊരു ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്തു. ഓക്കെ, ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യാൻ നേരത്തെ ഒരു മൂവിംഗ് പാർട്ടും അവിടെ ഇല്ല അല്ലെ. കണ്ടക്ടറൊക്കെ എന്താണ്? സ്റ്റേഷനറി ആണ്. ഓക്കെ, ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഈ കണ്ടക്ടർ എന്താണ്? സ്റ്റേഷനറി ആണ്. ഇവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യണ ഏതാണ്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് കുറെ ഉണ്ട്, അത്യാവശ്യം നന്നായിട്ടുള്ള ടോപ്പിക് ആണ്. ഡൈനാമിക്കലി, സ്റ്റാറ്റിക്കലി, അതുപോലെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ നമ്മൾ സെൽഫ്, മ്യൂച്വൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വരെയുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ.